അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ കയ്യിലുള്ള ഈ കിതാബ് കശ്ഫ് ശുബ്ഹാത്ത് അമ്മാ യതഅല്ലഖു ബിൽ അംവാത്ത്. ഈ കിതാബിൻ്റെ രചയിതാവ് അൽ ഉസ്താദ് അബൂ ഷഹീർ മുഹിയുദ്ദീൻ ഇബ്ൻ ഇബ്രാഹിം അസ്സഖാഫി അൽ കാമിൽ അഷ്ശാഫി അത്തൂക്കി അൽ മലൈബാരി. കർണാടകയുടെ അനുഗ്രഹീത പണ്ഡിതനായ ബഹുമാനപ്പെട്ട തോക്കെ ഉസ്താദ് തോക്കെ മുഹിയുദ്ദീൻ കാമിൽ സഖാഫി രചിച്ച കശ്ഫ് ശുബ്ഹാത്ത് അമ്മാ യതഅല്ലഖു ബിൽ അംവാത്ത് എന്ന് പറയുന്ന മയ്യിത്തുമായി ബന്ധപ്പെട്ട വളരെ ആധികാരികമായ കിതാബാണ്. ഈ കിതാബ് വലിയ കിതാബാണ്. 568 പേജുകളുണ്ട്. ഈ കിതാബിൻ്റെ പ്രകാശനം നടന്നിട്ടില്ല. ഫെബ്രുവരി 9 ഈ കിതാബ് പ്രകാശനം നടക്കുന്നത്. ഈ കിതാബിൻ്റെ വില 700 രൂപ. ഇപ്പോൾ ജനുവരി 10 മുമ്പായി പണമടച്ച് ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് വെറും 500 രൂപക്കാണ് കിതാബ് വിതരണം ചെയ്യുന്നത്. ഈ കിതാബ് പണമടക്കാനുള്ള ഗൂഗിൾ പേ നമ്പർ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. അതിലേക്ക് പണമടച്ച് സ്ക്രീൻഷോട്ട് അയച്ച് നിങ്ങളുടെ പേര്, നിങ്ങൾ സ്ഥലം ഉറപ്പുവരുത്തിയാൽ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് കിതാബ് അയച്ചു തരുന്നതാണ്. ഈ കിതാബിൽ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. ചില വിഷയങ്ങൾ മാത്രം ഞാൻ നിങ്ങളോട് ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഒന്നാമതായി മറഞ്ഞ മയ്യിത്ത് നിസ്കാരം. ഇന്നിപ്പോൾ എല്ലാ പള്ളികളിലും മറഞ്ഞ മയ്യിത്ത് നിസ്കരിക്കലുണ്ട്. അപ്പോൾ മറഞ്ഞ മയ്യിത്ത് നിസ്കാരത്തിന്റെ സ്ഥലം, അത് ദൂരെ എത്രയാണ് കണക്ക്, ഏത് നാട്ടിൽ മരിച്ചാൽ എവിടെ നിസ്കരിക്കാം എന്നുള്ളതിനെ പറ്റിയുള്ള ആധികാരികമായ പഠനം ഈ കിതാബിൽ പറയുന്നു. മറ്റൊന്ന്, മറഞ്ഞ മയ്യിത്ത് നിസ്കാരം എത്ര സമയം വരെ നിസ്കരിക്കാം, എത്ര കാലം അത് നിസ്കരിക്കാം. മറഞ്ഞ മയ്യിത്ത് നിസ്കരിക്കുമ്പോൾ അവരുടെ പേര് പറയൽ നിർബന്ധമുണ്ടോ ഇല്ലേ. മറഞ്ഞ മയ്യിത്ത് നിസ്കരിക്കുമ്പോൾ ആ മയ്യിത്തിന്റെ കുളിയും അല്ലെങ്കിൽ തയമ്മും അല്ലെങ്കിൽ കഫൻ അത് ചെയ്തിരിക്കണോ വേണ്ടേ, അതിനെപ്പറ്റിയുള്ള ചർച്ച ഇതിലുണ്ട്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മയ്യിത്ത് ഗായിബായി നിസ്കരിക്കുമ്പോൾ അപ്പോൾ എപ്പോഴാണ് നിസ്കരിക്കേണ്ടത്? ദുആന് ശേഷമാണോ ദുആക്ക് മുമ്പാണോ? അതിലുള്ള ആധികാരികമായ പഠനം ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ ഒരാളുടെ മയ്യിത്ത് കുളിപ്പിക്കാനോ തയമ്മും ചെയ്യാനോ സാധിച്ചില്ലെങ്കിൽ അവരുടെ മയ്യിത്ത് നിസ്കാരം എങ്ങനെ? സിഖത്ത്, ചാപ്പിള്ളയുടെ പല ഹുക്കുമുകളുണ്ട്. ആ ഹുക്കും എങ്ങനെയാണ്? അവരുടെ മേൽ മയ്യിത്ത് നിസ്കാരവും കുളിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അതുപോലെ കഫൻ ചെയ്യേണ്ട വസ്ത്രങ്ങൾ പുരുഷന്മാരുടേത് എത്ര എന്നുള്ളതിനെ പറ്റിയുള്ള ചർച്ച.